വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വഴുതനങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ വറ്റൽമുളക് 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്, അതൊരു 6 മതി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് വേണം, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കടുക്, കുറച്ച് ജീരകം, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ശേഷം ഒരു സവാളയുടെ പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഇനി നമുക്ക് വഴുതനങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൂടെ തന്നെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാം. ശേഷം ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.